ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാനിന്ന് നിങ്ങൾക്കൊരു കൊച്ചു പ്രാർത്ഥന പറഞ്ഞു തരാം. മാതാവ് പഠിപ്പിച്ച സംരക്ഷണ പ്രാർത്ഥനയെന്നാണ് ഈ പ്രാർത്ഥന അറിയപ്പെടുന്നത്. ഇതെല്ലാ ദിവസവും നമ്മൾ ചൊല്ലുന്നത് ഒത്തിരി നല്ലതാണ്. നമുക്ക് മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. പ്രാർത്ഥന ഇങ്ങനെയാണ്: പിതാവായ ദൈവമേ, കരുണയായിരിക്കണമേ, എന്നെ ശിക്ഷിക്കരുതേ. പുത്രനായ ദൈവമേ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നൽകണമേ. അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ അഗ്നി ഇറക്കി എന്നെ വിശുദ്ധീകരിക്കണമേ. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ജ്ഞാനം തരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ കാപ്പയ്ക്ക് കീഴിൽ എന്നെ സംരക്ഷിക്കണമേ. സകല മാലാഖമാരെ എനിക്ക് കാവലായിരിക്കണമേ. സകല വിശുദ്ധരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. കൊച്ചു പ്രാർത്ഥനയാണ്, നല്ല പ്രാർത്ഥനയാണിത്. നമ്മുടെ വീട്ടിൽ കൊച്ചു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഈ പ്രാർത്ഥന പഠിപ്പിക്കണം. മാതാവ് പഠിപ്പിച്ച സംരക്ഷണ പ്രാർത്ഥന നമുക്കൊന്നുകൂടി ഏറ്റുചൊല്ലാം. പിതാവായ ദൈവമേ, കരുണയായിരിക്കണമേ, എന്നെ ശിക്ഷിക്കരുതേ. പുത്രനായ ദൈവമേ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നൽകണമേ. അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ അഗ്നി ഇറക്കി എന്നെ വിശുദ്ധീകരിക്കണമേ. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ജ്ഞാനം തരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ കാപ്പയ്ക്ക് കീഴിൽ എന്നെ സംരക്ഷിക്കണമേ. സകല മാലാഖമാരെ എനിക്ക് കാവലായിരിക്കണമേ. സകല വിശുദ്ധരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.